KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിൽ ഘടകങ്ങളുള്ള SSF ദേശീയ തലത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. 70ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് SOS സംസ്ഥാന വ്യാപകമായി ദേശരക്ഷാ വലയം സൃഷ്ടിക്കുന്നു. സിറാജ് ദിനപത്രത്തിന്റെ 8ാമത് എഡിഷന് ഉദ്യാനനഗരിയായ ബാംഗ്ലൂരുവിൽ നാളെ ഔപചാരിക തുടക്കം. നാദാപുരത്തെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക സംഘം അന്വേഷിക്കും. UDF നന്നാകില്ലെന്ന് കണ്ടാൽ മുസ്ലിം ലീഗിന് ആശങ്കയുണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ATM തട്ടിപ്പ് നടത്തിയവർക്ക് പ്രാദേശികമായി സഹായം കിട്ടിയിട്ടുണ്ടെന്ന സംശയമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. എവിടെ നന്മയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് KM മാണി. KM മാണി അഴിമതി വീരൻ, ലീഗ് വർഗീയ കക്ഷി, മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടും യോജിക്കാനാകില്ലെന്ന് VS അച്യുതാനന്ദൻ. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ പ്രിൻസിപ്പൽമാരുടെ സമ്പൂർണ്ണ സംഗമം ഈ മാസം 15-ന് കോഴിക്കോട്ട്. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അംഗങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. വാർത്തകൾ വിശദമായി. നാദാപുരത്തെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പിണറായി പറഞ്ഞു. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെടുന്നുണ്ട്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം തന്നെയാണ് ജില്ലാ അധികൃതരാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈക്കിൽ 2 സുഹൃത്തുക്കൾക്കൊപ്പം പോകുമ്പോഴാണ് മുഹമ്മദ് അസ്ലം ആക്രമിക്കപ്പെട്ടത്. ഇന്നോവ കാറിലെത്തിയ അക്രമി സംഘം ബൈക്കിടിച്ച് വീഴ്ത്തിയ ശേഷം അസ്ലമിനെ തിരഞ്ഞുപിടിച്ച് വെട്ടി. മുഖത്തും കൈയിലും ഗുരുതരമായി വെട്ടേറ്റു. ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ്, ഷാഫിക്കും മുഹമ്മദിനും നിസാര പരുക്കേറ്റു. നാട്ടുകാർ ഉടനെ കല്ലാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് BMH ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അക്രമികൾ CPM പ്രവർത്തകരാണെന്ന് ലീഗ് ആരോപിച്ചു. DYFI പ്രവർത്തകൻ തൂണേരി ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയായിരുന്ന അസ്ലമിനെ കോടതി വെറുതെ വിട്ടിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വടകര താലൂക്കിൽ ഇന്ന് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. വടകര, നാദാപുരം മേഖലകളിൽ 7 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടെ നന്മയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് KM മാണി. CPM മുഖപത്രമായ ദേശാഭിമാനിയിലെ ലേഖനത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന് ആരോടും വിരോധമില്ല. ചിന്തിക്കുന്നവർക്ക് തങ്ങളുടെ നിലപാട് ശരിയാണെന്ന് തോന്നും. എല്ലാവർക്കും സ്നേഹമാണ് ഞങ്ങളോട്, ആർക്കും വിരോധമില്ല. സൌമ്യമായി സമഭാവനയോടെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ നിലപാട് പ്രശ്നാധിഷ്ഠിതമാണ്. നല്ലൊരു തീരുമാനമാണ് പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. CPMന്റെ ക്ഷണം തള്ളാതെയായിരുന്നു മാണിയുടെ മറുപടി. UDF ബന്ധം മുറിച്ച ശേഷം കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് ഞായറാഴ്ച ചേരാനിരിക്കെയാണ് മാണിയുടെ പ്രതികരണം. ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും സമഭാവനയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. നന്മ എവിടെയുണ്ടോ ആ നന്മയെ അംഗീകരിക്കും. കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും LDFൽ എടുക്കുന്നതിനെതിരെ VS അച്യുതാനന്ദൻ. മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടും യോജിക്കാനാകില്ല. KM മാണി അഴിമതി വീരനെന്ന് തെളിയിച്ചയാളാണ്. മുസ്ലിം ലീഗ് ഏറ്റവും വലിയ വർഗീയ കക്ഷിയെന്നും VS പറഞ്ഞു. ഇത്തരം ആശയക്കാരുമായി യോജിച്ചു പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാകില്ലെന്നും VS വ്യക്തമാക്കി. കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും LDFലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്ത് ദേശാഭിമാനി ഇന്നലെയാണ് മുഖപ്രസംഗം എഴുതിയത്. കേരള കോൺഗ്രസുമായി പ്രശ്നാധിഷ്ഠിത സഹകരണമാകാമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു മുഖപ്രസംഗം. കേരള കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗ്, JDU, RSP കക്ഷികളെയും ലക്ഷ്യമിട്ടായിരുന്നു മുഖപ്രസംഗം. ഇവരുമായി സഹകരിക്കാവുന്ന ഒട്ടേറെ മേഖലകൾ ഉണ്ടെന്നും വർഗീയത ആരോപിച്ച് ആരെയും മാറ്റി നിർത്തുന്നതിൽ ന്യായീകരണമില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കേരള കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങളുമായി സഹകരിച്ച ചരിത്രം LDFനുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം LDFനൊപ്പം എത്തിയിരുന്നു. BJPയുമായി അടുക്കാനാണ് KM മാണിയുടെ നീക്കമെങ്കിൽ അത് സങ്കുചിത രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്.
ATM തട്ടിപ്പ് നടത്തിയവർക്ക് പ്രാദേശികമായി സഹായം കിട്ടിയിട്ടുണ്ടെന്ന് സംശയം. ഇവരെക്കുറിച്ചും തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ചും അറിയുന്നതിനായി ഇന്റർപോളിന് വയലറ്റ് കോർണർ നോട്ടീസ് നൽകുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. തട്ടിപ്പ് നടത്തിയവരുടെ പ്രവർത്തനശൈലി വെച്ച് അന്വേഷണം വിപുലപ്പെടുത്തും. ATM സുരക്ഷ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ റിസർവ് ബാങ്ക് അധികൃതരുമായി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചർച്ച നടത്തുമെന്നും ഡിജിപി തിരുവനന്തപുരത്ത് പറഞ്ഞു. അതിൽ ഞാൻ കൂടുതൽ വിവരം എനിക്ക് പറയാൻ കഴിയില്ല, കാരണം ശരിയല്ല പറയാൻ. കാരണം ഇതിലെ കുറച്ച് ഇന്റർനാഷണൽ കോപ്പറേഷൻസ് അതോട് ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് ആവശ്യമാണ്. അത് ഞങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം ATM തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി ഗബ്രിയേൽ മരിയനെ ഇന്ന് വെള്ളയമ്പലത്തെ ATMിലും തിരുവനന്തപുരത്ത് താമസിച്ച ഹോട്ടലുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മുംബൈയിലുണ്ടെന്നുറപ്പിച്ച മറ്റൊരു പ്രതിക്കുവേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. KM മാണി മുന്നണി വിട്ടതിന് പിന്നാലെ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയും തിരുത്തൽ ആവശ്യപ്പെട്ടും മുസ്ലിം ലീഗ്. സ്വന്തം നിലനിൽപ്പ് എല്ലാവരുടെയും പ്രശ്നമാണെന്നും കേരള രാഷ്ട്രീയം ലീഗ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. UDF നന്നാകില്ലെന്ന് കണ്ടാൽ ലീഗിന് ആശങ്കയുണ്ടാകും. ആ ആശങ്ക ഒഴിവാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരള രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങളും നോക്കൂലേ? UDFന്റെ ഭാവി ഭദ്ര ആവണം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അപ്പം ഒട്ടും നേരാവണില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആശങ്ക വരില്ലേ? അല്ല, ഞാൻ പറയുന്നു അത്തരത്തിലുള്ള ആശങ്കകള് വരാതെ നോക്കല് എല്ലാവരുടെയും കടമയല്ലേ? കാരണം വെച്ചാൽ അവനവന്റെ നിലനിൽപ്പൊക്കെ എല്ലാവർക്കും പ്രശ്നമാവൂലേ? അവനവന്റെ നിലനിൽപ്പൊക്കെ എല്ലാവർക്കും പ്രശ്നമാവും. ലീഗിന് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. ഞാൻ പറയാം, ലീഗിനുള്ള ജോലി ബാക്കി എന്ന് പറയുന്നത് രാജ്യത്ത് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്ന ഒരു ഭാഗത്ത് BJP വരുന്നു, മറുഭാഗത്ത് അതിനനുസരിച്ച് അതിന്റെ എതിർദിശയിൽ തീവ്രവാദം വരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ബാർ കോഴക്കേസ് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ PK കുഞ്ഞാലിക്കുട്ടി. അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും മാണിക്ക് ഇക്കാര്യത്തിൽ വലിയ വേദനയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, അത് അങ്ങനെ ഗൂഢാലോചന നടത്തി എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു വിഷയത്തില് മാണി സാറിന് ചില മാനസിക വിഷമതകൾ ഉണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അതിലൊതുക്കുകയാണ്. ഗോസംരക്ഷകരിൽ 80% പകൽ മാന്യന്മാരാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയെന്നും ഹിന്ദുക്കളെ അപമാനിച്ചെന്നും വിശ്വഹിന്ദു പരിഷത്ത് അധ്യക്ഷൻ പ്രവീൺ തൊഗാഡിയ. വ്യാജ ഗോസംരക്ഷകർക്കെതിരെ കേസെടുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ഏതെങ്കിലും സംസ്ഥാനത്ത് നടപ്പിലാക്കിയാൽ തന്നെ സമീപിക്കാമെന്നും പൂർണ്ണ നിയമസംരക്ഷണം നൽകുമെന്നും തൊഗാഡിയ അറിയിച്ചു. പശുക്കൾ പ്ലാസ്റ്റിക് കഴിച്ചാണ് മരിക്കുന്നതെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഗോസംരക്ഷകരെ അപമാനിക്കുകയും പശുവിനെ അറുക്കുന്നവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. ഗോസംരക്ഷണത്തിന്റെ പേരിൽ രംഗത്തുള്ള സാമൂഹിക വിരുദ്ധരുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും പ്രധാനമന്ത്രി പറയുന്നു. എന്നാൽ പശുവിനെ അറുക്കുന്ന മുസ്ലിംകളുടെ പട്ടികയാണ് തയ്യാറാക്കേണ്ടതെന്ന് തൊഗാഡിയ ആവശ്യപ്പെട്ടു. നിരവധി തവണ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയ തൊഗാഡിയയുടെ ഈ പ്രസ്താവനയും വിവാദമായിരിക്കുകയാണ്. നാദാപുരത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് അസ്ലമിനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ 6 അംഗ സംഘമെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇതിൽ 5 പേരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നും ഒരാൾ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിലുള്ളത് ചൊക്ലിയിൽ നിന്നുള്ളവരാണെന്നും പോലീസിന് നേരിയ സൂചനയുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഡിവൈഎസ്പി കറുപ്പസ്വാമിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഹൃദയമതിലുകൾ പിളർത്തി സൗഹൃദം പണിതവർ നമ്മൾ. സമരവഴികളിൽ ശാന്തരായി ജയമേറിയോർ നമ്മൾ. ഹൃദയമതിലുകൾ പിളർത്തി സൗഹൃദം പണിതവർ നമ്മൾ. സമരവഴികളിൽ ശാന്തരായി ജയമേറിയോർ നമ്മൾ. സമരമാണു ജീവിതം സുഹൃതബിൽ മുഴുകും പദം. സമരമാണു ജീവിതം സുഹൃതബിൽ മുഴുകും പദം. ജിന്ദാബാദ് ജിന്ദാബാദ് സുന്നി പടയണി. ജിന്ദാബാദ് ജിന്ദാബാദ് ധർമ്മമുന്നണി. 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 ചോര ചിന്തിയ പോർക്കളങ്ങൾ ഈ ചരിത്രമില്ല. ചോര നൽകിയ വീര്യമക്കൾ
അക്രമമാക്കി മാറ്റിയതില്ല. ചോര ചിന്തിയ പോർക്കളങ്ങൾ ഈ ചരിത്രമില്ല. ചോര നൽകിയ വീര്യമക്രമമാക്കി മാറ്റിയതില്ല. വീരമൃത്യു വരിച്ചവർ പ്രതികാരദാഹികളല്ല. വീരമൃത്യു വരിച്ചവർ പ്രതികാരദാഹികളല്ല. ധീരതാനരതാണ്ഡവമാണ്. വാർത്തകൾ തുടരുന്നു. സാഹിത്യോത്സവ വിശേഷങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 70ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് SYS സംസ്ഥാന വ്യാപകമായി ദേശരക്ഷാവലയം സൃഷ്ടിക്കുന്നു. അഴിമതിയും അക്രമവും ലോകത്തെ നിയന്ത്രിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ എല്ലാവിധ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കുന്നതിന് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പരിപാടി. നാനാത്വത്തിൽ ഏകത്വമെന്ന മഹിതമായ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് പരസ്പര സ്നേഹവും സൌഹാർദ്ദവും സഹിഷ്ണുതയും ജീവിത തപസ്യയാക്കി വർഗീകരണത്തിനെതിരെ സ്നേഹമതിലുകൾ തീർക്കുകയാണ് സ്വാതന്ത്ര്യദിനത്തിൽ SYS ചെയ്യുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഓഗസ്റ്റ് 15 വൈകിട്ട് 3 മണിക്ക് സ്വാതന്ത്ര്യദിന റാലിയായി രക്ഷാവലയത്തിൽ പ്രവർത്തകർ അണിനിരക്കും. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പൌരപ്രമുഖർ, പ്രസ്ഥാന നേതാക്കൾ സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തും. SSF പ്രവർത്തനം ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്താൻ കോഴിക്കോട് ചേർന്ന നേതൃയോഗം തീരുമാനിച്ചു. നിലവിൽ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിൽ SSFന് ഘടകങ്ങളുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമുദായിക ശാക്തീകരണത്തിനുതകുന്ന വിവിധ പദ്ധതികളും സംഘടനയ്ക്ക് കീഴിൽ നടന്നുവരുന്നുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. ഇത്തരം മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠനസഹായം ലഭ്യമാക്കുന്നതിന് പ്രാമുഖ്യം നൽകും. കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദഴവ സംരംഭങ്ങൾക്കും SSF നേതൃത്വം നൽകും. മുൻകാലങ്ങളിൽ MSO എന്ന പേരിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ SSF പ്രവർത്തിച്ചിരുന്നത്. വിവിധ സംസ്ഥാന ഘടകങ്ങളുടെയും ദേശീയ കൌൺസിലിന്റെയും താൽപര്യം മാനിച്ചാണ് മാതൃസംഘടനയുടെ പേര് തന്നെ ദേശീയ തലത്തിലും ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. സിറാജ് ദിനപത്രത്തിന്റെ 8ാമത് എഡിഷന് ഉദ്യാന നഗരിയായ ബാംഗ്ലൂരുവിൽ നാളെ ഔപചാരികമായി തുടക്കമാകും. പ്രസിദ്ധീകരണ രംഗത്ത് 3 പതിറ്റാണ്ടിന്റെ അനുഭവസമ്പത്തുള്ള സിറാജിന്റെ പുതിയ എഡിഷൻ വൻ വിജയമാക്കാൻ കർണാടകയിലെ മലയാളി സമൂഹവും സുന്നി പ്രാസ്ഥാനിക കുടുംബവും കൈമെയ്മറന്ന് സജീവമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ആദ്യത്തെ എഡിഷൻ എന്നതുകൊണ്ട് തന്നെ കർണാടകയിലെ മലയാളി സമൂഹവും നഗരവാസികളും ഏറെ ആവേശത്തോടെയാണ് സിറാജിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം, ദുബായ്, ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിലാണ് സിറാജിന് എഡിഷനുകൾ ഉള്ളത്. വാർത്തകളിലെ നിഷ്പക്ഷതയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റവുമാണ് സിറാജിനെ എന്നും വ്യത്യസ്തമാക്കുന്നത്. ബാംഗ്ലൂരു കബൺ പാർക്കിലെ NGO ഹാളിൽ നാളെ രാവിലെ 11-നാണ് ഉദ്ഘാടന ചടങ്ങ്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. കർണാടക ഇൻഫർമേഷൻ മന്ത്രി റോഷൻ ബേഗ് എഡിഷൻ പ്രകാശനം ചെയ്യും. സിറാജ് മാനേജിംഗ് എഡിറ്റർ N. അലി അബ്ദുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും. സിറാജ് അക്ഷരദീപം പദ്ധതി കർണാടക സിവിൽ സപ്ലൈസ് മന്ത്രി UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ CM ഇബ്രാഹിം, മുൻ ലോകായുക്ത സന്തോഷ് ഹെഗ്ഡെ, MLAമാരായ NA ഹാരിസ്, മൊയ്തീൻ ബാവ, KJ ജോർജ്, മുൻ മന്ത്രി J. അലക്സാണ്ടർ, മൈനോറിറ്റി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അസ്ലം ഗുരുക്കൾ, ജുമാ മസ്ജിദ് ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ അൻവർ ഷെരീഫ് തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. സിറാജ് ബാംഗ്ലൂരു ചെയർമാൻ SSA ഖാദർ ഹാജി സ്വാഗതവും കൺവീനർ അബ്ദുറൌഫ് എഞ്ചിനീയർ നന്ദിയും പറയും. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ജൂനിയർ, സീനിയർ ദഅവ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെ സമ്പൂർണ്ണ സംഗമം ഈ മാസം 15-ന് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ കോഴിക്കോട് സമസ്ത സെന്ററിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകും. മുഹമ്മദ് അലി സഖാഫി കിടങ്ങഴം, സീഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി, റാഷിദ് ബുഖാരി, അബ്ദുൽ ഖാദർ അഹ്സനി ചാപ്പനങ്ങാടി തുടങ്ങിയവർ സംബന്ധിക്കും. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അംഗങ്ങൾ കാരന്തൂർ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. നിയമവിദ്യാഭ്യാസ രംഗത്ത് മർക്കസ് നൽകുന്ന സേവനങ്ങളെ കൂടിക്കാഴ്ചയിൽ ബാർ കൌൺസിൽ അംഗങ്ങൾ അഭിനന്ദിച്ചു.
ദേശീയ ബാർ കൌൺസിൽ അംഗങ്ങളായ ജസ്റ്റിസ് ആർ ഡി വ്യാസ്, ജോർജ് ചാന്ദ്ര താക്കൂർ, അപൂർവകുമാർ ശർമ്മ, അഡ്വക്കേറ്റ് ടി എസ് അജിത്ത്, പ്രൊഫസർ വിജയകുമാർ, നോളജ് സിറ്റി സിഇഒ ഡോക്ടർ അബ്ദുസലാം, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, പ്രൊഫസർ പി എസ് ഗോപി, അമീർ ഹസൻ, ഷൌക്കത്ത് അലി, അഡ്വക്കേറ്റ് സമദ് പുലിക്കാട്, ഉനൈസ് മുഹമ്മദ് തുടങ്ങിയവർ ചർച്ചയിൽ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിൽ ഘടകങ്ങളുള്ള SSF ദേശീയതലത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. 70ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് SOS സംസ്ഥാന വ്യാപകമായി ദേശരക്ഷാ വലയം സൃഷ്ടിക്കുന്നു. സിറാജ് ദിനപത്രത്തിന്റെ 8ാമത് എഡിഷന് ഉദ്യാനനഗരിയായ ബാംഗ്ലൂരുവിൽ നാളെ ഔപചാരിക തുടക്കം. UDF നന്നാകില്ലെന്ന് കണ്ടാൽ മുസ്ലിം ലീഗിന് ആശങ്കയുണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. എവിടെ നന്മയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് KM മാണി. KM മാണി അഴിമതി വീരൻ, ലീഗ് വർഗീയ കക്ഷി, മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടും യോജിക്കാനാകില്ലെന്ന് VS അച്യുതാനന്ദൻ. നാദാപുരത്തെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക സംഘം അന്വേഷിക്കും. ATM തട്ടിപ്പ് നടത്തിയവർക്ക് പ്രാദേശികമായി സഹായം കിട്ടിയിട്ടുണ്ടെന്ന സംശയമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ പ്രിൻസിപ്പൽമാരുടെ സമ്പൂർണ്ണ സംഗമം ഈ മാസം 15-ന് കോഴിക്കോട്ട്. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അംഗങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.